സമാധാനദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നെൻ മനമേ, നിൻ സഹായകനവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ. ലോകപോരീതിലനുദിനം ജയമേ. നിന്റെ നിക്ഷേപമവനെന്നു കരുതാം, എങ്കിൽ സക്ഷേമമവനീലമരാം. നിന്റെ നിക്ഷേപമവനെന്നു കരുതാം, എങ്കിൽ സക്ഷേമമവനീലമരാം. ശ്രേഷ്ഠനാമൊരുവൻ നിൻ കൂട്ടിനായരികിലുണ്ടതിനാൽ എന്തിനാകുലം കലരുന്നെൻ മനമേ. യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നെൻ മനമേ. ലോകധനം സൗഖ്യമാർഗമായി കരുതി പോകും നരർക്കുള്ള വിനയ്ക്കില്ലൊരറുതി. ലോകധനം സൗഖ്യമാർഗമായി കരുതി പോകും നരർക്കുള്ള വിനയ്ക്കില്ലൊരറുതി. എന്നാൽ ക്രിസ്തുവിൻ സമാധാനം നിത്യമാം സുഖദാനമരുളും. എന്തിനാകുലം കലരുന്നെൻ മനമേ. യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നെൻ മനമേ. നിൻ സഹായകനവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ. ലോകപോരീതിലനുദിനം ജയമേ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ ദിവസവും സമാധാനം കെടുത്തിക്കളയുന്ന അനേക സംഭവങ്ങൾ നാം കാണുകയോ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയോ ചെയ്യുന്നു. ഓരോ നിമിഷവും നമ്മുടെ സമാധാനം
തിരികെ ലഭിക്കുന്നതിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ണോടിച്ചാൽ സമാധാനം നഷ്ടപ്പെട്ടു പോയ ധാരാളം ആളുകളുടെ ദീനരോദനങ്ങൾ നാം കേൾക്കുകയാണ്. തങ്ങളുടെ പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ടവരുടെ വ്യഥയിൽ സമാധാനമില്ലാതെ അലമുറയിടുന്ന ആയിരക്കണക്കിന് ആളുകളെ നാം കാണുന്നു. വിവിധങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. രോഗങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. ജീവിതത്തിലെ നഷ്ടങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. പ്രതീക്ഷകൾ അസ്തമിച്ചതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. നിരാശാബാധിതരായതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും സമാധാനമില്ലാത്തതായ ഒരു സാഹചര്യം നാം കാണുകയാണ്. ലോകരാജ്യങ്ങളെടുത്താൽ അവിടെയും സമാധാനമില്ല. നാം അടുത്ത സമയത്ത് കാണുന്നത് പോലെ യുദ്ധത്തിൻ്റെ കെടുതികൾ അതിഭയാനകമായ നിലയിൽ മനുഷ്യജീവനുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഇതെല്ലാം സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളത് ഒരു ഭാഗത്തുകൂടെ ലോകം വിളിച്ചറിയിക്കുകയാണ്. സമാധാനത്തിനു വേണ്ടി മനുഷ്യനെ കൊന്നൊടുക്കുന്നു. വാസ്തവത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ലോകരാജ്യങ്ങൾ അണുബോംബുകൾ വരെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അണുബോംബുകൾ ഉണ്ടാക്കി ലോകസമാധാനം പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അസമാധാനത്തെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അർത്ഥാൽ അസമാധാനത്തിലൂടെ സമാധാനമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ലോക സാഹചര്യങ്ങളെ നാം കാണുകയാണ്. വാസ്തവത്തിൽ എന്താണ് സമാധാനം എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിനുണ്ടാകുന്നതായ സമാധാനം എന്താണ്? ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലുണ്ടാകുന്ന സമാധാനമാണ് വാസ്തവത്തിൽ അതിൻ്റെ ആത്യന്തികമായി ലോക സമാധാനമായി പരിണമിക്കേണ്ടുന്നത്. ഒരു കുടുംബത്തിലെ എല്ലാ വ്യക്തികളിലും സമാധാനമുണ്ടെങ്കിൽ ആ കുടുംബം ഏറ്റവും സന്തോഷത്തിൻ്റെ പാരമ്യതയിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഓരോ കുടുംബങ്ങളും സമാധാനം അനുഭവിക്കുമ്പോഴാണ് ഒരു വലിയ സമൂഹം സമാധാനത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ലോകം സമാധാനത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് സാധ്യമാവുക? കേവലം ആയുധങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് സമാധാനം ലഭിക്കുന്നില്ല. യുദ്ധം ചെയ്തതുകൊണ്ട് സമാധാനം ലഭിക്കുന്നില്ല. ശത്രുത വച്ചു പുലർത്തുന്നവരിൽ സമാധാനമില്ല. വെറുപ്പും വിദ്വേഷവും കൈമുതലാക്കിയവരിൽ സമാധാനമില്ല. പിന്നെ എവിടെയാണ് സമാധാനമുള്ളത്? ശത്രുത വെടിഞ്ഞ് സ്നേഹത്തിലൂടെ സമാധാനമുണ്ടാക്കുവാൻ സാധിക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. നമ്മുടെ ജീവിതത്തിലെ സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ അന്യോന്യം സ്നേഹിക്കുന്നതിലൂടെ, ശത്രുത ഇല്ലാതെയാക്കുന്നതിലൂടെ, വലിയവനായ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നതിലൂടെ നമുക്ക് സമാധാനം ലഭിക്കുന്നു. അങ്ങനെ മാത്രമേ ലോകത്തിന് സമാധാനമുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തൻ്റെ പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനമുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്ങനെ സമാധാനമുണ്ടാക്കും? അടുത്ത സമയത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് കൗൺസിലിംഗ് സെൻ്ററുകൾ നാം കാണുകയാണ്. പ്രത്യേകിച്ച് നാം സോഷ്യൽ മീഡിയയിലൂടെ നോക്കുമ്പോൾ സൈക്കോളജി പഠിപ്പിക്കുന്നതായ സ്ഥാപനങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. പണ്ട് അങ്ങനെയുള്ളതായ വിഷയങ്ങൾ പഠിക്കാൻ പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് മനഃശാസ്ത്രം പഠിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ സമാധാനിപ്പിക്കുവാനോ അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനോ ഒക്കെ സാധിക്കുന്നതായ ഒരു പഠനമാണല്ലോ സൈക്കോളജി എന്ന് പറയുന്നത്. അങ്ങനെ മനഃശാസ്ത്ര വിദഗ്ധന്മാർ ധാരാളമുണ്ട് എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ ഈ മനഃശാസ്ത്ര വിദഗ്ധരെ ഒന്ന് എടുത്തു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. അവരുടെ മുൻപിൽ സമാധാനത്തിനായി വരുന്ന ആളുകളെക്കാൾ വലിയ അസമാധാനം അനുഭവിക്കുന്നവരാണ് ഈ മനഃശാസ്ത്ര വിദഗ്ധർ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനായി ശ്രമിക്കുന്ന ആളുകൾ ഒരു നിലയിലും സമാധാനം അനുഭവിക്കാത്തവരാണ് എന്ന് ചിന്തിക്കുമ്പോൾ സമാധാനം എങ്ങനെ ലഭിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപാകെ നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു മനഃശാസ്ത്രജ്ഞനായ ഒരു ഡോക്ടറുടെ അടുക്കൽ ഒരു രോഗി വരികയാണ്. അദ്ദേഹം ആ ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടറെ, എനിക്ക് സമാധാനമില്ല, എൻ്റെ മനസ്സെപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, ഒരു നിലയിലും സന്തോഷമില്ലാത്തൊരു ജീവിതമാണ്, എനിക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്ന ഒരു നിലയിലേക്ക് എന്നെ ഒന്ന് എത്തിച്ചു തരണം
എനിക്ക് ഉള്ളു തുറന്ന് ഒന്ന് ചിരിക്കാൻ സാധിക്കണം, സന്തോഷിക്കാൻ സാധിക്കണം. ഉടനെ ആ ഡോക്ടർ അദ്ദേഹത്തോട് പറയുകയാണ്, താങ്കൾ ഒരു കാര്യം ചെയ്താട്ടെ, ഇവിടെ അടുത്ത് ഒരു സർക്കസ് നടക്കുന്നുണ്ട്. ആ സർക്കസ് ഒന്ന് കാണാൻ താങ്കൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു വിദൂഷകനുണ്ട്. അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ മുഴുവൻ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓരോ സർക്കസ് ഇനങ്ങളും കഴിയുമ്പോൾ അദ്ദേഹം ആ സദസ്സിൻ്റെ മുൻപാകെ വന്നിട്ട് അവരെ ചിരിപ്പിക്കുന്നു. അതുകൊണ്ട് താങ്കൾ അവിടേക്ക് ചെന്നാട്ടെ, താങ്കൾ എല്ലാം മറന്ന് ചിരിക്കുന്നതിനിടയായിത്തീരും എന്ന് പറഞ്ഞു. ഉടനെ ആ രോഗി പറയുകയാണ്, ഡോക്ടറെ, ആ സർക്കസ് കൂടാരത്തിൽ ആളുകളെ കുടുകുടാ ചിരിപ്പിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ ആളുകളെ ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട്, രസിപ്പിക്കുന്നുണ്ട്, അവരെല്ലാം മറന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ചിരിക്കുവാൻ സാധിക്കുന്നില്ല, എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല. വാസ്തവത്തിൽ ഇത് തന്നെയല്ലേ നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നത്? മറ്റുള്ളവരെ സമാധാനത്തിലേക്ക് നയിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ചിരിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സെന്ന് പറയുന്നത് ഏറ്റവും ഭയാനകമായ ഒരു അഗ്നിപർവ്വതം പോലെ, ഒരു സ്ഫോടനം എപ്പോഴും നടക്കാവുന്ന നിലയിലുള്ള ഒരു വലിയ അഗ്നിപർവ്വതമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ ഉടമകളാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്നതായ ഒരു വസ്തുതയാണ്. എന്നാൽ സമാധാനം എവിടെ നിന്ന് ലഭിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ ചില കാര്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അതിങ്ങനെയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. അതോട് ചേർന്ന് കർത്താവ് പറയുകയാണ്, നോട്ട് ആസ് ദ വേൾഡ് ഗിവ്സ്, ലോകം തരുന്നത് പോലെയുള്ള സമാധാനം അല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇത് പറയുവാൻ വേറെ ആർക്കാണ് സാധിക്കുക? ഞാൻ എന്നുള്ളതായ പദം കർത്താവ് ഉപയോഗിക്കുമ്പോഴാണ് അതിന് അതിൻ്റേതായ അർത്ഥമുണ്ടാകുന്നത്. അധികാരത്തോടുകൂടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. എനിക്ക് മാത്രമേ സമാധാനം നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് കർത്താവിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വസ്തുത. മറ്റാർക്കും നമ്മെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ സാധ്യമല്ല. അതെല്ലാം താൽക്കാലികമാണ്. കാരണം സമാധാനം എന്തെന്നറിയാത്ത ആളുകൾ സമാധാനത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ഒരുങ്ങുമ്പോൾ അത് വാസ്തവത്തിൽ യഥാർത്ഥമായ ഒരു സമാധാനമല്ല നമുക്ക് നൽകുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ആ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നവർക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അതാണ് വാസ്തവത്തിലുള്ള സമാധാനം എന്ന് പറയുന്നത്. ഹൃദയം കലങ്ങാത്തതായ ഒരു സ്ഥിതി, മനസ്സ് ഭ്രമിക്കാത്തതായ ഒരു സ്ഥിതി, ആ ഒരു സ്ഥിതി നൽകുവാൻ മറ്റാർക്കും സാധ്യമല്ല, കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ആ കർത്താവിൻ്റെ അരികിലേക്ക് ഇന്ന് രാവിലെ നമുക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഉള്ള നില കർത്താവിനോട് പറയാം. നമ്മുടെ അസമാധാനം മാറ്റിത്തരുവാൻ കർത്താവിനോട് ആവശ്യപ്പെടാം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. അങ്ങനെ ഇന്ന് രാവിലെ സമാധാനം അനുഭവിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം കർത്താവിൻ്റെ അരികിലുണ്ട്. അവിടുത്തെ അരികിൽ വന്നവരാരും നിരാശരായി മടങ്ങിപ്പോയിട്ടില്ല, സമാധാനമില്ലാതെ മടങ്ങിപ്പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെന്ന് ആ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ദിവ്യമായ സമാധാനം ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം സമാധാനത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സമാധാനം നഷ്ടപ്പെട്ട വലിയൊരു സമൂഹത്തെ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണുമ്പോൾ, ഞങ്ങൾ തന്നെയും കർത്താവെ പലപ്പോഴും ഞങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടവരായി തീരുമ്പോൾ, ലോകം മുഴുവൻ സമാധാനമില്ലാതെ മനുഷ്യൻ നെട്ടോട്ടം ഓടുമ്പോൾ, ഞങ്ങൾ ഇന്ന് രാവിലെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്.
അവിടുന്ന് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നവനാണ് എന്ന് ഞങ്ങളോട് അറിയിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാവുന്ന സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ മനസ്സ് ഭ്രമിച്ചു പോകാവുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ പക്കൽ ഞങ്ങൾക്കുള്ള സമാധാനമുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും ദിവ്യമായ സമാധാനം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ആ സ്വസ്ഥത അനുഭവിക്കുവാൻ, ആ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുവെങ്കിൽ കർത്താവെ, ഇന്ന് പകലിൽ ദിവ്യമായ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ നൽകി, ചിന്താകുലങ്ങളിൽ നിന്നെല്ലാം വിടുതൽ നൽകി അവരെ സ്വസ്ഥമായി ജീവിക്കുവാൻ അവിടുന്ന് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ, സന്ദർശിച്ചാട്ടെ, അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.